വാർത്തകൾ വിശദമായി. കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ അടിമുടി മാറ്റവുമായി ആഭ്യന്തര വകുപ്പ്. പോലീസ് സ്റ്റേഷൻ ജനസേവന കേന്ദ്രങ്ങളാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഉടൻ നീക്കം ചെയ്യും. ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, നിർണായകമായ കുറെ വിവരങ്ങളാണ് യോഗത്തിന് ശേഷം ലഭ്യമാകുന്നത്. അടിമുടി ഒരു മാറ്റം തന്നെയല്ലേ ഇപ്പോൾ യോഗത്തിന് ശേഷം ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്? വിവരങ്ങൾ എങ്ങനെയാണ്? കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളിൽ സമൂല മാറ്റം കൊണ്ടുവരുമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകൾ ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റും. പരാതികൾ സമ്മതിച്ചതോടെ പോലീസ് കേൾക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസ് ആസ്ഥാനത്ത് വെച്ച ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരായ ആക്രമണങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ജനമൈത്രി പോലീസ് എന്ന രീതി ശക്തമാക്കും എന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടി സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. കൂടാതെ തന്നെ പോലീസ് ട്രെയിനിങ് സിലബസ് പരിഷ്കരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സൈബർ ക്രൈം നേരിടാൻ പദ്ധതികൾ ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തന്നെ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ സമൂല മാറ്റം വരുത്താനാണ് ഇപ്പോൾ ഈ ഉന്നതതല യോഗത്തിന് ശേഷം തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി കടന്നു വരുന്ന എല്ലാവരെയും തന്നെ വളരെ മാന്യമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കയറി വരുന്ന ആൾക്കാരുടെ പരാതികൾ കൃത്യമായി കേൾക്കുവാനും അവരെ ഒരു വ്യക്തി എന്ന നിലയിൽ കാണുവാനും പോലീസിന് സാധിക്കണമെന്നും ആഭ്യന്തരമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി തന്നെ സൂക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. സ്റ്റേഷനുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഒഴിവാക്കാൻ പോലീസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ DGP സ്വീകരിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്ക് പുതിയ മുഖം ഇനി മുതൽ ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. പോലീസുകാരുടെ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായ മാറ്റം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യമായിരിക്കും പോലീസ് ഇനി മുതൽ പ്രവർത്തിക്കുക എന്നാണ് ആഭ്യന്തരമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. സ്റ്റേഷനിലേക്ക് ASIമാർ, CIമാർ, DYSPമാർ ഉണ്ടാകണമെന്ന അഭിപ്രായം ഈ യോഗത്തിൽ ഉയർന്നിരുന്നു. അതിനെക്കുറിച്ച് പഠിക്കാൻ 5 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിനനുസരിച്ച് ഇതിലൊരു തീരുമാനം, ഒരു നടപടി ഉണ്ടാകുമെന്നും ചെന്നിത്തല അറിയിച്ചിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. കേരളത്തിൽ പോലീസ് സംവിധാനത്തിൽ അടിമുടി മാറ്റമാണ് ആഭ്യന്തര വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ ജനസേവന കേന്ദ്രങ്ങളാക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യും. ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണയാണ്.